ഓണപരീക്ഷയിലെ തോൽവി ഇനി ഭയക്കണ്ട. സർക്കാരിന്റെ പുതിയ പദ്ധതിയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണപരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ പല കുട്ടികളും, പ്രത്യേകിച്ച് 9ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചെറിയൊരു ടെൻഷനിലായിട്ടുണ്ടാവാം. മിനിമം മാർക്ക് പോലും നേടാൻ കഴിയാതെ പോയ കുട്ടികളുടെ ഭാവി എന്താവുമെന്ന ആശങ്ക പലർക്കും ഉണ്ടാകാം. എന്നാൽ ആ വിഷമങ്ങളൊക്കെ ഇനി മാറ്റിവെക്കാം. കാരണം ഈ വിഷയത്തിൽ വളരെ നിർണായകമായ ഒരു തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പദ്ധതി എന്താണെന്ന് നോക്കാം. ഓണപരീക്ഷയിൽ മിനിമം മാർക്ക് നേടാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കാൻ സർക്കാർ പ്രത്യേക പഠന പിന്തുണ നൽകും. സാധാരണയായി മാർക്ക് കുറഞ്ഞാൽ കുട്ടികൾക്ക് പഠനത്തിൽ താല്പര്യം കുറയാനും ചിലപ്പോൾ പഠനം നിർത്താനും സാധ്യതയുണ്ട്. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാനും അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്താനും വേണ്ടിയാണ് ഈ പദ്ധതി. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊഴിഞ്ഞുപോക്ക് തടയുക. പഠനത്തിൽ പിന്നോട്ടു പോയതിന്റെ പേരിൽ ഒരു കുട്ടി പോലും സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകാതിരിക്കാൻ ഇത് സഹായിക്കും. അക്കാഡമിക് നിലവാരം ഉയർത്തുക. ഓരോ വിദ്യാർത്ഥിയുടെയും പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ കാതൽ. ആത്മവിശ്വാസം വളർത്തുക. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ നിരാശയിലായ കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകാനും ഈ പദ്ധതി സഹായിക്കും. ഇതെങ്ങനെയാണ് നടപ്പാക്കുക? ഇതൊരു വെറും പ്രഖ്യാപനം മാത്രമല്ല, കൃത്യമായൊരു പ്ലാനോടുകൂടിയാണ് ഇത് നടപ്പാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ അനുസരിച്ച് എല്ലാ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർമാരും, വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരും, സ്കൂൾ പ്രിൻസിപ്പൽമാരും, ഹെഡ്മാസ്റ്റർമാരും ഇതിൽ പ്രധാന പങ്ക് വഹിക്കണം. ഓരോ സ്കൂളും ഓണപരീക്ഷയുടെ ഫലം വിശദമായി വിശകലനം ചെയ്യണം. ഏതൊക്കെ വിഷയങ്ങളിലാണ് കുട്ടികൾക്ക് പിന്നോട്ടു പോയതെന്ന് കണ്ടെത്തണം. തുടർന്ന് ആ വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകി പ്രത്യേക ക്ലാസുകൾ നൽകും. ഈ ക്ലാസുകൾ കുട്ടികൾക്ക് പഠനം എളുപ്പമാക്കാൻ സഹായിക്കും. ഇതിന്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണിത്. ഒരു കുട്ടിയുടെ കഴിവ് അളക്കാൻ ഒരു പരീക്ഷ മാത്രം മതിയാകില്ല എന്ന തിരിച്ചറിവ് ഈ പദ്ധതിയുടെ പിന്നിലുണ്ട്. എല്ലാ കുട്ടികൾക്കും പഠനത്തിൽ തുല്യമായ അവസരം നൽകുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത്. ഇത് കുട്ടികളെ മാത്രമല്ല, രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുപോലെ സഹായിക്കും. കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഈ പദ്ധതിക്ക് കഴിയും. ചുരുക്കി പറഞ്ഞാൽ, ഓണപരീക്ഷയിൽ മിനിമം മാർക്കിൽ കുറവുള്ള എല്ലാവർക്കും പഠനത്തിൽ മുന്നേറാൻ ഈ പദ്ധതി ഒരുപാട് സഹായകമാകും. ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.